നമസ്കാരം. അപ്പം മാമ്പഴ സീസണല്ലേ. അപ്പം നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി തന്നെ അങ്ങ് തയ്യാറാക്കിയേക്കാം. അപ്പം ഞാൻ ഇതിനായിട്ട് ഒരു 5ഓളം ചെറിയ മാമ്പഴം, നാട്ടുമാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റല്ലേ, പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാമ്പഴമൊക്കെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് വെന്തോട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അന്നേരത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് ഒരു മുറി തേങ്ങ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വറ്റൽമുളകല്ല, ഞാൻ പച്ചമുളകിൻ്റെ ഇത് തന്നെയാണ്, ഇത് പഴുത്ത മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴത്തിൻ്റെ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കാൻ പാടില്ല. എന്നിട്ട് ചൂടായാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. തൈരുണ്ടെങ്കിൽ തൈര് കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.